നമസ്കാരം. വിരാടം വിനോദം ഇന്ന് ഫാമിലിയായിട്ട് എറണാകുളത്ത് കാക്കനാടുള്ള പാർക്ക് റെസിഡൻസി ഹോട്ടലിലാണ്. ഈ പാർക്ക് റെസിഡൻസി ഹോട്ടലിൻ്റെ 7th ഫ്ലോറിൽ ഒരു മായാബേ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ റെസ്റ്റോ ബാറുണ്ട്. അവിടുത്തെ ഫുഡ് വളരെ ഫേമസ് ആണ്, നല്ല ആംബിയൻസ് ആണ്. അപ്പം അതൊന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ റെസ്റ്റോ ബാറിൽ പ്രീ ബുക്കിംഗ് ആവശ്യമുണ്ട് ചില സമയങ്ങളിലൊക്കെ. ഞങ്ങൾ ചെന്നപ്പോൾ എന്താണേലും ഒരു ടേബിള് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടി. ധാരാളം ആൾക്കാർ ഫാമിലി ആയിട്ടും കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടും കുട്ടികളുമൊക്കെ ആയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ മായാബേ. 11 to 11 ആണ് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ്. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ പോയിരുന്നാൽ നല്ല ആംബിയൻസിൽ നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളൊരു ബിയർ ഓർഡർ ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് മാത്രം. തണുത്ത ബിയർ കഴിച്ച് ഞങ്ങളിങ്ങനെ ലോകകാര്യങ്ങളിലെ ചർച്ചകളിലും വർത്തമാനങ്ങളിലും ഒക്കെ മുഴുകി മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ബഹളമുണ്ട്, ചുറ്റുമുള്ളവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ ആ ഫുഡിനെക്കുറിച്ച് ഓർഡർ ചെയ്യേണ്ട ഫുഡുകളെക്കുറിച്ചൊരു ഡിസ്കഷനൊക്കെ നടത്തി. ആ ഫുഡ് മെനു നോക്കി സെലക്ട് ചെയ്തു. 4 ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മളെന്ന് പറഞ്ഞാൽ മക്കൾ തീരുമാനിച്ചത്. അങ്ങനെ ബിയറിൻ്റെ ലാസ്റ്റ് ഡ്രോപ്പ് ആയപ്പോഴേക്കും നമ്മളുടെ ഫുഡ് ഐറ്റം എത്തി. ആദ്യം എത്തിയത് ലോഡഡ് ഫ്രൈസ് ചിക്കനും ചിക്കൻ ആൻഡ് ചീസ് സാൻഡ്വിച്ചുമാണ്. ഇത് രണ്ടുമാണ് ആദ്യമായിട്ട് എത്തിയത്. എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ, അത് പറയാതെ വയ്യ. പിന്നെ വന്നത് ക്രീമി ടൊമാറ്റോ ബേസിൽ പാസ്ത വിത്ത് ചിക്കനാണ്. അതും നല്ല ടേസ്റ്റുള്ളതായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ആൻഡ് ചീസ് സാൻഡ്വിച്ചാണ്. നല്ല ഒരു സാൻഡ്വിച്ചായിരുന്നു അത്. അങ്ങനെ ലാസ്റ്റ് ഐറ്റമായിട്ടുള്ള ടൊബാസ്കോ സ്റ്റീക്ക് ചിക്കനും എത്തി. ഈ ചിക്കനും നല്ല ഒരു അഭിപ്രായമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ടൊബാസ്കോ ചീസ് ചിക്കൻ ആണെങ്കിലും സമയം കിട്ടുമ്പോൾ വേണമെങ്കിൽ വിശ്രമിക്കാനായിട്ടും ഒക്കെ ആംബിയൻസ് ആസ്വദിക്കാനും പോകാൻ പറ്റുന്ന റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് മായാബേ ട്രോപ്പിക്കൽ റെസ്റ്റോ ബാർ എന്നാണ് നമ്മളുടെ ഒരു സങ്കല്പം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിനോട് വില പറയുന്നു.